രാജികൾ വിടരും വാനിൽ വെള്ളി മേഘങ്ങൾ പൊഴിയും വാനിൽ ഭാരത രാജകുമാരിയോടൊപ്പം തിങ്കൾ കലപാടി ഗ്ലോറിയ തിങ്കൾ കലപാടി ഗ്ലോറിയ മുന്നിൽ കണ്ടു അവർ കണ്ണിൽ വന്നു മുന്നിൽ കണ്ടു അവർ കണ്ണിൽ വന്നു രാജാതിരാജന്റെ പൊൻതിരുമേനി രാജാതിരാജന്റെ വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളി സന്തോഷം വന്നതിന് സന്തോഷം. നീ നിക്ക്, നീ പോലെ കാര്യങ്ങളുള്ളു. നീ കലക്ക് നീ എടുക്കണടാ പറഞ്ഞ പോലൊക്കെ ചെയ്തിട്ടാ. അയ്യോ ഞാനിതൊന്നും ചെയ്തില്ലേ. സത്യം പറഞ്ഞാണ്ടല്ലോ, കരോളെന്ന് പറഞ്ഞാൽ ഇതല്ല കരോൾ അല്ലേ. അതൊക്കെ ഞങ്ങളുടെ പാലായില് ആദ്യം കുറച്ച് വചനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കരോളുമായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത്. ഇത് പിന്നെ നമ്മളെ പിള്ളേരെ അത്യാവശ്യം പറഞ്ഞോണ്ട് അവൻ വന്ന് ഇത് സഹായിച്ചു. പിന്നെ ഇവൻ നിൽക്കില്ല, നമ്മളെ അൻസാർ പപ്പാനി. ഭക്ഷണം അടിപൊളി കേട്ടോ. ബീഫ് ഒലത്തിയത് സത്യം പറയാലോ, ഇത്രയും നല്ലൊരു ക്രിസ്മസ് ആഘോഷം എന്റെ ജീവിതത്തിൽ ഞാൻ ആഘോഷിച്ചു. എല്ലാരും ഭയങ്കര സന്തോഷായി. എല്ലാരും ക്ലീറ്റോനെ കൊറേ കുറ്റം പറഞ്ഞായിരുന്നിട്ടാ. പക്ഷേ ഞാൻ ഈ ആഘോഷത്തിൽ സംതൃപ്തനല്ല. ഇതൊന്നും അല്ല മോളെ. അടുത്ത ക്രിസ്മസിന് നോക്കിയോ പാലാ സ്റ്റൈലിൽ ഒരു ആഘോഷം ഞാൻ ഇവിടെ നടത്തും. വിളിക്കൂടെ ബാസിലേ. ഇവിടെ ഉള്ളവരൊക്കെ ക്ലീറ്റോനെ കൊറേ കുറ്റപ്പെടുത്തിയാലും വന്നവരൊക്കെ നല്ലോണം പുകഴ്ത്തി സന്തോഷിച്ചാ പോയെ. അയ്യോ, ക്ലീറ്റോയ്ക്ക് അങ്ങനെ ആരുടെയും പുകഴ്ത്തലിന്റെ ആവശ്യമില്ല. പക്ഷെ ഇവിടെ ഉള്ള ചിലവന്മാരെ എനിക്കൊരു വെല്ലുവിളിച്ചതിന് അതിനൊരു പ്രതികാരം ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്ത്. ക്ലീറ്റോയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പം പലർക്കും ബോധ്യപ്പെട്ടല്ലോ. അത്ര അറിഞ്ഞാൽ മതി. ഭർത്തന്മാർ എന്താ പറഞ്ഞേ, പൈസ ഉണ്ട് പക്ഷെ ഞാൻ തരില്ലാന്ന്. നമ്മളിതുപോലെ കഴിച്ചു കണക്കൊന്നും പറയാൻ നിൽക്കില്ല. നല്ലൊരു ദിവസമായിട്ടെങ്കിലും വെല്ലുവിളിക്കല്ലടാ ക്ലീറ്റസേ. ഞാൻ വെല്ലുവിളിച്ചല്ലേ, എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. എന്തായാലും ആഘോഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ക്ലീറ്റോ വിചാരിച്ചാ ഇങ്ങനെ ഒരു ആഘോഷം നടത്താൻ പറ്റുമെന്ന് ഇവിടെ ചിലർക്കൊക്കെ ബോധ്യമായല്ലോ. അത്രേ അറിഞ്ഞാ മതി. ഇരിക്കേ. അയ്യോ, എനിക്ക് ബോധ്യപ്പെട്ടല്ലോ. നിനക്ക് ബോധ്യപ്പെട്ടല്ലോ. ഇനി ആർക്കും ബോധ്യപ്പെട്ടില്ലല്ലേ എനിക്ക് ഒരു അല്ല വന്നാലും പ്രശ്നമില്ല. ആവശ്യമുള്ള ഭക്ഷണം ഇരിപ്പുണ്ടോ? പോരട്ടെ സോണിയ പോരട്ടെ. സുരേഷ് വെൽക്കം ഡിയർ സുരേഷ്. അയ്യോ, നീ ഇപ്പഴാണ് പറഞ്ഞത്. സുരേഷ, നീ എന്റെ ദൈവമാണ്, എന്റെ ദൈവം. നീ എന്നെ സഹായിച്ചില്ലെങ്കിലുണ്ടല്ലോ ഇവരുടെ മുമ്പിൽ എന്റെ മാനം പോനടാ. നീ എന്റെ എല്ലാം യു ആർ മൈ ബ്രദർ, എല്ലാമാണ് നീ എനിക്ക്. എടാ ക്ലീറ്റസ്, കളിയാക്കല്ലേ ക്ലീറ്റസ്. ഞാൻ പൈസ ഇടാൻ പറ്റില്ല ക്ലീറ്റസ്. എനിക്ക് ഞാൻ അച്ഛൻ ഹോസ്പിറ്റലായി പോയി. ഞാൻ നാട്ടിൽ പോയിക്കായിരുന്നു. അപ്പോൾ ഞാനൊരു സിമ്മും ബ്ലോക്കായി പോയി. അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞ ഞാനിപ്പോൾ വന്നോളൂ. ഞാൻ പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. നീ എന്റെ അക്കൗണ്ടിൽ പൈസ ഇട്ടില്ലേ? ഇല്ല. പിന്നെ എന്റെ അക്കൗണ്ടിൽ വന്ന പൈസ അതാരാ?
എന്ത് ഈ പൈസ ഞാൻ ചോദിക്കില്ല.